ആറാമത്തെ പദ്യം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. എന്താണ്? നീയല്ലോ മായയും, നീ മായയാണ്, മായ നീയാണ്, നീയാണ് മായ. മായ നേരത്തെ നമ്മളൊന്ന് വന്നതാണ്. നേരത്തെ ഈ മായ എന്നുള്ള വാക്ക് വന്നാണ് ഒരല്പം ഞാനിതേക്കുറിച്ച് പറയുകയും ചെയ്തു. അടുത്ത ഈ പദ്യം വരുമ്പോൾ കുറച്ചും കൂടെ പറയാം എന്ന് കരുതിയാണ് അപ്പോൾ അത് ഞാൻ അല്പമാക്കി മാറ്റിയത്. അത് ചേർത്ത് പറഞ്ഞാൽ നന്നായിരുന്നേ. പക്ഷേ അടുത്തടുത്ത പദ്യം അല്ലാത്തത് കൊണ്ടാണ് അല്പം ദൂരെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നത്. നീയല്ലോ മായയും, മായ നീയാണ്. ബാക്കി നമുക്ക് നോക്കാം. മായാവി, അത് നീയാണ്. മായ ചെയ്യുന്നവൻ ആരാണോ, മായ നടത്തുന്നവൻ ആരാണോ, മായയ്ക്ക് അധികാരിയായിരിക്കുന്നവൻ ആരാണോ, ആരിൽ നിന്നാണോ മായ ഉണ്ടാകുന്നത്, മായാവി. മായാവി നീയാണ്. മായ വിനോദൻ നീയാണ്. മായയെ കൊണ്ട് വിനോദിക്കുകയാണ്, മായയെ ഉപയോഗപ്പെടുത്തി വിനോദം കൊള്ളുകയാണ്, കളിക്കുകയാണ്. ആ മായ വിനോദൻ നീയാണ്. ഇനി മായയൊക്കെ നീക്കി കളഞ്ഞിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും മായ, എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് മായയെ അകറ്റിക്കളഞ്ഞിട്ട് സായുജ്യം നൽകുക. സായുജ്യം, മോക്ഷം, ആത്മസാക്ഷാത്കാരം, പരമമായ മോക്ഷം. അത് പരമപുരുഷാർത്ഥങ്ങളിലെ നാലാമത് ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ ആ മോക്ഷാവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കുന്നതും എടുക്കുന്ന ശ്രേഷ്ഠനായ ആളും അങ്ങ് തന്നെയാണ്. ആര്യനാണ്. ആര്യൻ അനാര്യൻ. ആര്യത്വമാണ് ശ്രേഷ്ഠത്വത്തിൻ്റെ അങ്ങേയറ്റം, പരമകാഷ്ഠ. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടാണ്, അങ്ങേയറ്റമാണ്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠനും നീ തന്നെയാണ്. മായയെ നീക്കി എല്ലാവർക്കും ജന്മസായുജ്യം നൽകുന്ന ശ്രേഷ്ഠനായ ആളും അല്ലയോ ഭഗവാനെ, അല്ലയോ ഈശ്വര, അല്ലയോ ദൈവമേ, അങ്ങ് തന്നെയാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയും ശങ്കരാചാര്യര്. ബ്രഹ്മം എന്നുള്ളത് മാത്രമാണ് സത്യം. ഈ ജഗത്തെല്ലാം, ജഗത്ത് നമ്മുടെ ജീവജാലങ്ങൾ എന്നാണ് ജഗത്ത്. ഈ ജഗത്ത് മിഥ്യയാണ്. സത്യം, മിഥ്യ, തഥ്യ എന്ന് മൂന്നുണ്ട്. നമ്മൾ സാധാരണ ഈ സത്യം, മിഥ്യ എന്നേ പറയാറുള്ളൂ. സദവസ്ഥയിൽ നിന്നും സദവസ്ഥ അല്ലെന്ന് തോന്നുന്ന ഒരവസ്ഥ, അതിനിടയിൽ ഈ രണ്ടുമല്ല, മിഥ്യയാണോ അതുമല്ല, സത്യമാണോ അതുമല്ല എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് തഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം, തഥ്യ, മിഥ്യ, ഇങ്ങനെ മൂന്നാണ് ഉള്ളത്. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ, ഈ ജഗത്തെല്ലാം മിഥ്യയാണ്. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജന്മം കിട്ടുന്നു, ഒരല്പം ജീവിക്കുന്നു, പിന്നെ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു. മൃതി അത് അനിവാര്യമാണ്. ജനിച്ചെങ്കിൽ മരണം തീർച്ചയാണ്. അത് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സത്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ നിലവിലുള്ള ഒരു ജീവിയായി ജനിച്ചു നിൽക്കുമ്പോഴുള്ള അല്ലെങ്കിൽ ജീവിച്ചു നിൽക്കുമ്പോഴുള്ള അഹംബോധത്തിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ ആ അഹംബോധം നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന അനുഭവമാണ് സാധാരണ ജീവികൾക്കുള്ളത്. അതുകൊണ്ടാണ് ഒരാൾ ജന്മകാലം ഒടുങ്ങുമ്പോൾ മരിച്ചു കഴിഞ്ഞ് വീണ്ടും ജനിക്കുകയാണെങ്കിൽ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അനുസ്മൃതി ഇല്ലാതെ പോകുന്നത്. ഞാൻ പണ്ടൊരു പോത്തായിരുന്നു, ഒരു കാളയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ചിലർ പറയുന്നത് അപൂർവം ചിലർക്ക് പൂർവ്വജന്മസ്മൃതി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് നിശ്ചിതമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ്. അത് വിടുകയാണ്. എങ്കിലും അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊന്നും കഴിയില്ല, ആ പൂർവ്വജന്മസ്മൃതി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പൂർവ്വജന്മസ്മൃതി നമുക്ക് നഷ്ടമാകുന്നത്? ഒരു പോത്തായിരിക്കുന്നവൻ മനുഷ്യനായി ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പം പോത്തായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോത്ത് എന്നുള്ള ജീവിയുടെ ഒരു അഹംബോധമാണ് പോത്തെന്ന രൂപത്തിനകത്ത് അതിനെ സമ്പൂർണ്ണമാക്കി നിർത്തിയ ഘടകം.
ആ രൂപം പൊലിഞ്ഞതോടുകൂടി ആ ബോധവും ഇല്ലാതായി. ആ രൂപം പൊലിഞ്ഞു, രൂപം ഇല്ലാതായി. അപ്പോൾ ആ രൂപം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് ബാക്കി നിൽക്കേണ്ടത്? ഈ ബോധമാണ്. ആ ബോധം അങ്ങ് മാറി. അതായത് വസ്തുവിനകത്തടങ്ങിയിരിക്കുന്ന വസ്തുബോധം എന്ന് പറയുന്നത് ആ വസ്തു ഒടുങ്ങിയതോടുകൂടി അകന്നു പോകുന്നു. പിന്നെ അടുത്ത ഒരു രൂപം വർദ്ധിക്കുമ്പോൾ ആ രൂപത്തിനനുസൃതമായൊരു ബോധം മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടേ മതിയാവും. എങ്കിലേ ആ സൃഷ്ടിയുടെ നിലയിൽ പൂർണ്ണത കൈവരികയുള്ളൂ. അപ്പം മനുഷ്യനായി ജനിച്ചുവെങ്കിൽ ആ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ വരുന്ന ഒരു ബോധമാണ് അഹംബോധമായി പരിണമിച്ച് കാണുന്നത്. അതാണ് അതിനുള്ള പ്രധാനമായ കാര്യം. അപ്പോൾ ബ്രഹ്മം എന്നുള്ളതാണ് സത്യം. സത്തായിരിക്കുന്ന ഒന്നുണ്ട് ഇവിടെ. എന്താ സത്തായിരിക്കുന്ന ഒന്ന്? സത്തായിരിക്കുന്ന ഒന്നിന് ഒരിക്കലും നാശമില്ല. ഇല്ലാതെ വരുന്നില്ല, അല്ലാതെ വരുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ഇല്ലാതെ വരുന്നില്ല, അല്ലാതെ വരുന്നതേ ഉള്ളൂ. ഉള്ളി ദ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം, അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരു വസ്തുവും ഇല്ലാതെ വരുന്നില്ല. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നോട്ട് ബുക്കിനകത്ത് അവന് കുറേ എഴുതിയൊക്കെ വെച്ചു. അമ്മ വന്ന് കുട്ടിയോട്, നീ ആ പേപ്പർ നശിപ്പിച്ച് കളഞ്ഞല്ലോ, ഈ ബുക്കിനകത്ത് ഇങ്ങനെ നശിപ്പിച്ചാൽ ഇനി വാങ്ങണ്ടേ ബുക്ക്, നിനക്ക് എഴുതി പഠിക്കാമായിരുന്നല്ലോ, നീ എന്തിനാ ഇങ്ങനെ വെറുതെ വരയിട്ട് നശിപ്പിച്ച് കളഞ്ഞത് എന്നാണ്. അവനുടനെ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് അമ്മ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ ഈ പേപ്പർ ബുക്കിൽ നിന്ന് വലിച്ചു കീറി അവൻ അതുകൊണ്ടൊരു കപ്പലുണ്ടാക്കി. അപ്പോൾ എഴുതാൻ പാകത്തിലുള്ള അവസ്ഥയിൽ നിന്ന് വസ്തു മാറി. വസ്തു ഇല്ലാതെ വന്നില്ല, വസ്തു അല്ലാതെയായി. അമ്മ വീണ്ടും അടുക്കളയിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴോ ഇവൻ നീ എന്തിനാണ് ഇതുകൊണ്ട് കപ്പലുണ്ടാക്കിയത്? ആ സമയത്ത് വേറെ വല്ലതും പഠിച്ചിരുന്നെങ്കിലോ? അവന് ദേഷ്യം വിട്ടുമാറിയില്ല. അവൻ എന്ത് ചെയ്തു? ചുരുട്ടി കൂട്ടി ആ റൂമിൻ്റെ ഒരു മുറിയുടെ മൂലയ്ക്ക് എറിഞ്ഞു കളഞ്ഞു. അമ്മ പിന്നെ വന്നപ്പോൾ, നീ അത് ചുരുട്ടി കൂട്ടി അവിടെ ഇട്ടോ? അതെന്നാ അവിടെ ഇട്ടത്? ആ ബുക്കിനകത്തിരുന്നെങ്കിലോ? നീ അതുകൊണ്ട് കപ്പലുണ്ടാക്കി, പിന്നെ എന്നിട്ട് അത് ചുരുട്ടി കൂട്ടി എറിഞ്ഞു. നിനക്ക് നല്ല അടിയാ തരേണ്ടത്. അമ്മ ശകാരിക്കാൻ തുടങ്ങി. കുട്ടിക്ക് സങ്കടമായി, ദേഷ്യമായി, പ്രതികാരമായി ഒക്കെ. ചെറിയ കുട്ടിയല്ലേ. അവനെന്ത് ചെയ്തു? ആ പേപ്പർ എടുത്തുകൊണ്ട് ചെന്ന് ആ അടുക്കളയിലെ സ്റ്റൗ കത്തിയിരിക്കുന്നതിൽ അത് എടുത്തിട്ട് അത് ചാരമാക്കി ഞാൻ കളഞ്ഞു. വസ്തു ഇല്ലാതെ വന്നില്ല, അല്ലാതെ വരികയാണ് ഉണ്ടായത്. ഈ നിലയിൽ സബ്സ്റ്റൻസ്, പദാർത്ഥം എന്ന് പറയുന്നതൊന്നും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതെ വരികയല്ല, ഒരു വസ്തുവും ഇല്ലാതെ വരികയല്ല, അല്ലാതെ ആവുന്നതേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ രീതിയിൽ വസ്തുക്കളെ നമ്മൾ പരിഗണിക്കേണ്ടി വരുമ്പോൾ എത്ര വസ്തുവുണ്ട് ഈ പ്രപഞ്ചത്തിൽ? ഒറ്റ വസ്തുവേ ഉള്ളൂ. ഒരേ സ്ഥലത്ത് തന്നെ ഒരു റോസച്ചെടി നടുന്നു, ഒരു മുല്ലച്ചെടി നടുന്നു, ഒരു ചക്കക്കുരുവും കുഴിച്ചിടും. അങ്ങനെയായാൽ റോസപ്പൂവിലുണ്ടായ മുള്ളുകളോടുകൂടി ചെടി വളർന്നു വരുന്നു, മുള്ളിൻ്റെ തുമ്പിൽ വരുന്നു, ഇല തളിർത്ത ഇലയ്ക്കകത്തൊരു മുട്ട് വരുന്നു, റോസപ്പൂ വരുന്നു. ഒരേ വെള്ളം, ഒരേ വളം, ഒരേ മണ്ണ്, ഒരേ അന്തരീക്ഷം. മുല്ലച്ചെടിയോ അത് കിളിർത്തു വന്നു, അത് ചെടിയായി വന്നു, അതിൽ വെളുത്ത പൂക്കളുണ്ടായി റോസച്ചെടിക്ക് അരികിൽ. എവിടെ നിന്ന്? അപ്പുറത്ത് ചക്കക്കുരു കുഴിച്ചിട്ടു. ആ ചക്കക്കുരു അതിന് പ്ലാന്റായി, സസ്യമായി, ചെടിയായി വളർന്നു വന്ന് ഇലയായിട്ട് വന്ന് കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് വലുതായി, അതിൽ ചക്ക ഉണ്ടായി, അത് വലിയ വൃക്ഷമായി. എവിടെ നിന്ന്? ഈ മണ്ണിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ പദാർത്ഥത്തിൽ നിന്ന്, ഈ ദ്രവ്യത്തിൽ നിന്ന്. അവ ഭിന്നമാനങ്ങളുള്ള, ഭിന്നമാന സ്വഭാവമുള്ള മണ്ണ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇതെല്ലാം. ഇതെല്ലാം വൈവിധ്യമുള്ളതാണ് എന്ന് പറയാമോ? സൂക്ഷ്മാർത്ഥത്തിൽ ഇതെല്ലാം ഒരേ മണ്ണ് തന്നെയല്ലേ? ഒരേ വസ്തു തന്നെ, ഒരേ പദാർത്ഥം തന്നെയല്ലേ? ദ്രവ്യപരിമാണത്തിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് വെറും തോന്നലാണ്. യാഥാർത്ഥ്യം ആലോചിച്ചാൽ, സൂക്ഷ്മം ആലോചിച്ചാൽ ഇതെല്ലാം ഒന്നാണ്. ജീവജാലങ്ങളും അതെ, അതായത് ചരങ്ങളും അചരങ്ങളുമായ
എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം അവിടെ വരികയാണ്. ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ. ബ്രഹ്മം എന്ന വാക്ക് ബ്രഹ് എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന വാക്കുണ്ടാകുന്നത്. വളരുക, പിളരുക, പൊട്ടിപ്പുറപ്പെടുക എന്നെല്ലാം ധാത്വർത്ഥങ്ങളുള്ള ശബ്ദമാണ് ബ്രഹ് ധാതു. അതിൽ നിന്നാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത്. ബ്രഹ്മം ബ്രഹ്മം എന്നല്ല പറയുന്നത്, ബ്രഹ്മം എന്നാണ്. അത് ഹായും ഘോഷി എന്ന് പറയും. ആ അക്ഷരമായ ഹകാരവും പിന്നെ മകാരവും ഒരേ സമയം വായിലൂടെയും മൂക്കിലൂടെയും പുറപ്പെടുവിക്കുമ്പോൾ മാത്രമേ മ പറയാൻ പറ്റൂ. മ ന തുടങ്ങിയുള്ള അക്ഷരങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത്. ബ്രഹ്മം. അപ്പോൾ ആ ബ്രഹ്മാവസ്ഥ, ബ്രഹ്മം എന്നുള്ളത് സത്യമാണ്, സദവസ്ഥയാണ്, അസദവസ്ഥയല്ലത്. ബ്രഹ്മം സദവസ്ഥയാണ്. കാരണം എല്ലാത്തിൻ്റെയും പിറവിക്ക് കാരണമായിരിക്കുന്ന അർത്ഥമാണ്. ജഗത്ത് മിഥ്യയാണ്. ജീവജാലങ്ങൾ വന്നുപോയിരിക്കും, വന്നും പോയിരിക്കും. നദിയിലൂടെ ഒഴുകുന്ന വെള്ളം നോക്കൂ, പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം നോക്കൂ, തോടുകളിലൂടെ ഒഴുകുന്ന വെള്ളം നോക്കൂ, അത് ഒഴുകിപ്പോവുകയാണ്. പുതിയ വെള്ളമാണ് പിന്നെ വരുന്നത്. ഓരോ സെക്കൻഡിലും അത് മാറി അകന്നു പോയിക്കൊണ്ടിരിക്കും. പുതിയ വെള്ളം വരുന്നു. പഴയ വെള്ളത്തെ അതിലൂടെ വീണ്ടും ഒഴുക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ ഇങ്ങനെ ജീവജാലങ്ങൾ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ഇത് മാത്രമല്ല ആചാര്യസ്വാമികൾ പറഞ്ഞത് മായാമയമിതം അഖിലം ഹിത്വ എന്ന് പറഞ്ഞു. മുഹമ്മദ്ഗ്രത്തില് മായാമയമിതം അഖിലം, ഇതെല്ലാം മായയാണ്. എന്താണ് മായ? ഗുരുദേവനും ആ ആചാര്യപാദരുടെ അതേ സിദ്ധാന്തമാണ് ഇവിടെ വളരെ ലഘുവായി അവതരിപ്പിച്ചിരിക്കുന്നത്. മീഡിയം വെറും മലയാളമാണെന്ന് തോന്നുമെങ്കിലും മറ്റേത് ആചാര്യസ്വാമികൾ സംസ്കൃതത്തിൽ പറഞ്ഞു. സംസ്കൃതമാണ്, സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം. ഒരു പ്യൂരിഫിക്കേഷൻ ഇനി ആവശ്യമില്ല, ഒരു ശുദ്ധീകരണം ആവശ്യമില്ല. സംസ്കരിക്കപ്പെട്ടതാണ് സംസ്കൃതം. നമ്മുടെ പക്ഷ മലയാളത്തിൽ ഇത് പറയുമ്പോഴും ആ ആശയത്തെ എത്ര ഗംഭീരമായി നിഗൂഹനം ചെയ്തിരിക്കുന്നു, ഉള്ളടക്കിയിരിക്കുന്നു. നിഗൂഹനമാണ് അത്, ആശയ നിഗൂഹനം ആണ് അത് ഗുരുദേവൻ സാധിച്ചിരിക്കുന്നത്. അനന്യമായ പ്രതിഭാപരതയോടുകൂടിയാണ് ഈ ആശയങ്ങൾ സിദ്ധവേദാന്തിയായ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിന്നെ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ അതേ വീക്ഷണത്തിൽ തന്നെയാണ് ഇതും പറയുന്നത്, സ്വീകരിക്കുന്നത്. അപ്പോൾ എന്താണ് മായ എന്ന് പറയുന്നത്? ഭഗവൻ ലീലകളാണ് മായ. ഭഗവാന്റെ ലീലകളാണ്. ലീല എന്താ? കളിയാണ്. കളി സ്വോദ്ദേശമായ ഒരു കളിയല്ല ഇവിടെ ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. സ്വോദ്ദേശമല്ല അത് പലപ്പോഴും. എന്താണ് അഥവാ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. എന്താണ് ഉദ്ദേശ്യം നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഉദ്ദേശ്യരഹിതമായ ഒരു ലീലയാണോ ഭഗവാൻ ആടുന്നത്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലീലകളുടെ അന്തർഭാവം എന്താണെന്ന് ആരായുക എളുപ്പമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവൻ ലീലകളാണ്, ഭഗവാന്റെ ലീലകളാണ്, ക്രീഡകളാണ്, കളികളാണ്, വിനോദങ്ങളാണ് ഇതെല്ലാം. ലീലകൾ ആടിത്തിമിർത്ത് ജഗത്തിനെ സൃഷ്ടിക്കുകയും ഭരിക്കുകയും തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുകയാണ് ഈശ്വരൻ എപ്പോഴും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൃഷ്ടി, സ്ഥിതി, സംഹൃതി അല്ലെ സംഹാരം എന്ന് പറയുന്നത്. യാതൊന്നാണോ അങ്ങനെ അല്ലാത്തത്, യാ മാ ഇതി മായ, യാതൊന്നാണോ അങ്ങനെ അല്ലാത്തത് അത് മായ. സത്യമാണെന്ന് തോന്നും. ഇപ്പം സ്വപ്നത്തിൽ നമ്മൾ വാഴപ്പഴം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നിരിക്കട്ടെ, പിറ്റേന്ന് പെട്ടെന്ന് സ്വപ്നം ഉണർന്ന് നോക്കുമ്പോൾ വാഴപ്പഴമില്ല, ഒന്നുമില്ല, തോന്നല, സത്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഈ സ്വപ്നത്തിനകത്തൊരു ഒരു സത്ത ഉണ്ട്. എന്താണ്? നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടാണല്ലോ രാത്രി കിടന്നുറങ്ങുന്നത് മിക്കവാറും. ആ ഉറക്കത്തിൽ പക്ഷെ കാണുന്ന ഈ സ്വപ്നമെല്ലാം വെളിച്ചത്തിലാണ്. ആരാണ് ഈ സ്വപ്നത്തിൽ വെളിച്ചം കത്തിച്ചു വയ്ക്കുന്നത്? എവിടെ നിന്നാണ് ഈ വെളിച്ചം വന്നത്? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടല്ലേ കിടന്നത്. അത് ഈശ്വരൻ്റെ മായാവിലാസത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സ്വപ്നത്തിൽ ജാഗ്രതയില്ല, ജാഗ്രതയിൽ സ്വപ്നമില്ല, ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി തന്നിലില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ഉണർന്നിരിക്കുമ്പോൾ ഉറക്കമില്ല, ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ
പിന്നെ മറ്റു രണ്ടുമില്ല. ജാഗ്രതയിൽ സ്വപ്നമില്ല, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നമില്ല. സ്വപ്നത്തിൽ ജാഗ്രതയില്ല, സ്വപ്നം കാണുമ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയില്ല. ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ ഒരു ഉറക്കമല്ലത്. നമ്മളിപ്പോൾ ഉച്ചൂണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്ന് മയങ്ങും. ഒരു 4 ആകുമ്പോഴാണ് ഉണ്ടെന്ന് വെച്ചോളൂ. പെട്ടെന്ന് നമ്മൾ വായിച്ചൊന്ന് കഴിച്ചു, സമയത്ര പോയി ഒന്നും അറിഞ്ഞില്ല, അസാധ്യമായ ഉറക്കമായിപ്പോയി, കുറച്ച് നേരം ചോ എന്ത് ഉറക്കമായിപ്പോയി എന്ന് പറയും. ഇതാ ശരിക്കും സുഷുപ്തി. ഒന്നും അറിയില്ല, നമ്മൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. കാര്യകാരണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒന്ന്, ഞാനെന്ന ബോധം തന്നെ ഇല്ലാതായി പോകുന്ന ഒന്ന്, അതാണ് ശരിയായ സുഷുപ്തി. ആ സുഷുപ്തി അവസ്ഥ ഇതെല്ലാം മായയാണ്. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ ചൈതന്യത്തിൻ്റെ പ്രകടിത രൂപമായി നാം അനുഭവിക്കുന്നത് മാത്രമാണ് ഈശ്വരത്വമെന്ന് നമുക്ക് പറയാവുന്ന അടിസ്ഥാന വസ്തുത. ബാക്കി തമസ്സെന്നോ അല്ലെ ഇരുട്ടെന്നോ മറ്റെന്തെങ്കിലും ദുഃഖങ്ങളെന്നോ അല്ലെ ആവലാദികളെന്നോ അല്ലെ ജന്മാന്തരങ്ങളെന്നോ വേഷഭൂഷാദികളെന്നോ നാമരൂപങ്ങളെന്നോ ഒക്കെ പറയുന്നത് ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം മിഥ്യയാണ്, ഭഗവത് ലീലകളാണ് എന്ന് ബോധ്യപ്പെടണം. ഇപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലത്ത് ഈ മായയുടെ ഒരു സവിശേഷതയാണ്, മഴക്കാലത്ത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുഴി, ആ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കും. മഴ അങ്ങ് തോന്നിട്ട് സൂര്യൻ ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞ് നിൽക്കുന്നതും കാണാം. ഈ കുഴികളിലെല്ലാം ഓരോ സൂര്യനെ കാണുകയാണ്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളിലെല്ലാം ഓരോ സൂര്യനെ കാണുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു സൂര്യനോ, അതാ ഇവിടെ ഒരു സൂര്യനുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറയുമോ? ആർക്കാ അറിയാത്തത്? സൂര്യബിംബത്തിൻ്റെ പ്രതിച്ഛായയാണ് അതെന്ന്. എന്താ, ആ കുഴികളിൽ നിറഞ്ഞ വെള്ളത്തിൽ നാം ഓരോരോ സൂര്യനെയാണ് കാണുന്നതെന്നും വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ആ കണ്ട സൂര്യന്മാരെല്ലാം മറഞ്ഞു പോകുന്നതായി നാം അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കുഴികളിലുമായി അനവധി സൂര്യന്മാരുണ്ടെന്ന് കണ്ട് നാം ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ബോധ്യപ്പെട്ടെങ്കിലും സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തോന്നിയതാണ് എന്നല്ലാതെ അത് സത്യമാവുക സാധ്യമേ അല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം എന്താ, സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ, ഒരു സൂര്യനേ ഉള്ളൂ. സൂര്യബിംബം ഓരോ കുഴികളിലെയും വെള്ളത്തിൽ പ്രതിഫലിച്ചതാണ്. അതുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതൊന്നും ഉള്ളതല്ല. കുലാലൻ്റെ പണിയാലയിലെ കുടം നോക്കൂ, വെറും മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ആ ഓരോ കുടവും കലവും ചട്ടിയും ഒക്കെ. വെറും മണ്ണ് തന്നെയല്ലേ അത്, വെറും മണ്ണ്. അയാളുടെ ഈ കുലാലൻ്റെ ഈ കല ഉണ്ടാക്കുന്നവൻ്റെ കരവിരുതുകൊണ്ട് അത് കുടമായി. നനഞ്ഞ മണ്ണ് ഒരു ഉണങ്ങുന്നതിന് മുമ്പ് ഉയർത്തിയെടുത്താൽ എന്ത്, അത് പൊട്ടിപ്പോവും. അതെടുത്തുകൊണ്ട് അത് വീണ് ഉടഞ്ഞു പോയി. ആ നനഞ്ഞ മണ്ണായത് ഉണങ്ങുന്നതിന് മുമ്പ് ചൂളയ്ക്ക് വെച്ച് അത് തീ കത്തിച്ച് അത് ചൂടാക്കി വേവിച്ചെടുക്കുന്നതിന് മുമ്പ് അത് എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുന്നതിന് മുമ്പ് എടുത്താൽ അത് വീണുടഞ്ഞു പോയി. അപ്പോൾ ആ മണ്ണ് കൊണ്ട് തന്നെ അയാൾ മറ്റൊന്നുണ്ടാക്കി, ആ മണ്ണ് തന്നെ മതി, വേറൊന്നുണ്ടാക്കി. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുടം എവിടെ ചോദിക്കുന്നു, അതല്ലേ ഈ ഇരിക്കുന്ന കുടം എന്ന് അയാൾ അത് ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാം ഒരിക്കലും ഇതല്ലാതെന്ന്. ആദ്യത്തെ കുടം നമ്മൾ എടുത്തു ഉടഞ്ഞു പോയി. കുലാലൻ ഈ കുട ഉണ്ടാക്കി വെച്ചു, അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ഉടഞ്ഞു പോയി. കുലാലൻ ഒന്നും വേണ്ടിയില്ല, അയാൾ അതേ മണ്ണ് തന്നെ വീണ്ടും ഒന്നുകൂടെ കുഴിച്ച് വേറൊരു കുട ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ആദ്യത്തെ കുട എവിടെ? അതല്ലേ ഇതെന്ന് അയാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ അതല്ല ഇതെന്ന് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം. ആദ്യത്തെ കുടം എവിടെ? അതല്ലേ ഇരിക്കുന്നയാൾ പറയാം. അത് ഒന്നാമത്തെ കുടമല്ലെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി നമുക്കറിയാം. പക്ഷേ ആ കുടം ഇപ്പോഴില്ല എന്നുള്ളത് വ്യക്തം. രണ്ടാമത്തേതേ ഉള്ളൂ. അപ്പം ഈ രണ്ടാമത്തേതും ഇതുപോലെ വെച്ചാൽ അയാൾ മൂന്നാമതുണ്ടാക്കും. അപ്പം മൂന്നാമതുണ്ടാക്കിയാൽ അത് ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? എന്നാൽ അതല്ലേ. സൂക്ഷ്മാലോചന അത് തന്നെയാണ്. എന്നുള്ളതാണോ? അല്ലതാണ്. ഇതാണ് മായ. ഇതാണ് ശരിയായ മായ. ഉണ്ടെന്ന് തോന്നും, സൂക്ഷ്മ ആലോചനയില്ല. എന്നാൽ ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്. ഈ രീതിയിൽ വരും. ഭഗവത് ലീലകളാണ്, അതിൻ്റെ സവിശേഷതയാണ് അത്. അപ്പോൾ
ഇങ്ങനൊരു തോന്നൽ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? വസ്തുബോധത്തെക്കുറിച്ച് നമുക്ക് പ്രായണ എല്ലാവർക്കും അറിയാമെങ്കിലും നാം ഒന്നും പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഒരു വസ്തുവിനെയും സമീപിക്കുന്നത്, നാം തന്നെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബോധേന്ദ്രിയത്തിൽ, ബോധം നൽകുന്ന അതേന്ദ്രിയം എന്നാണ്, ബോധേന്ദ്രിയം മനസ്സാണല്ലോ. ബോധേന്ദ്രിയത്തിൽ ഈ തോന്നലുണ്ടാക്കിയ മായാവി ആരാണ്? അതാണ് നീയല്ലോ മായാവിയും മായാവിനോദനും എന്ന് ഗുരുദേവൻ പറഞ്ഞത്. ആ തോന്നലുണ്ടാക്കിയ മായാവിയാണ് ഈശ്വരൻ. ഈ മായാബോധം അകന്നാൽ ആദിരൂപത്തിലിരുന്ന വെറും മണ്ണാണ് കുടമായതെന്ന് കാണാനാവും. ഭവമാകുന്ന അബ്ധിക്ക്, സംസാര സാഗരത്തിന് അപ്പുറമെത്തുന്ന ഭക്തന് ഈ രീതിയിൽ അഹംബോധം ഉറയ്ക്കും. ഈ മായാബോധം അകന്ന് അഹംബോധം ഉറച്ചു വരും. അപ്പോൾ മായക്കുടം ഉടഞ്ഞു പോകും. മായക്കുടം ഉടഞ്ഞില്ലെങ്കിൽ നിവൃത്തിയില്ല, നമ്മൾ സംസാരിയായിരിക്കുകയുള്ളൂ. സംസാര സമുദ്രം കടന്ന് അപ്പുറത്ത് ചെല്ലണമെങ്കിൽ ഈ മായക്കുടം ഉടയണം. മായ കൊണ്ട് ജീവകോടികളെ ഭ്രമിപ്പിക്കുന്നവനും അതേ മായ കൊണ്ട് വിനോദിക്കുന്നവനും മായാബന്ധങ്ങൾ അകറ്റി ആത്മതത്വം പ്രകാശിപ്പിച്ച് സായുജ്യം നൽകുന്നവനും ഈശ്വരൻ തന്നെയാണ് എന്ന് തീർച്ചയാകും. അതൊരു യോഗ്യതയാണ്. ആ യോഗ്യതയെക്കുറിച്ചാണ് ഗുരുദേവൻ ഈ പദ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 5ഉം 6ഉം പദ്യങ്ങൾ നമ്മളിവിടെ സമാപിപ്പിക്കുന്നു. നമസ്കാരം.